എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിലൂടെ ആരംഭിച്ചത് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിനും ആ സ്ഥാപനം നിലനിർത്തി കൊണ്ടുപോകുന്നതിനും വേണ്ടിയുള്ള നയപരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതിനും വേണ്ടിയായിരുന്നു. തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു വശം അതിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ അതുകൂടി തൊഴിലാളി സംഘടനകളുടെ രൂപീകരണവും ഒപ്പം തന്നെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ അംഗീകാരം നേടലും എല്ലാം അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു. 7 അംഗങ്ങൾ ചേർന്നാൽ ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ കഴിയും എന്നുള്ള നിയമം നിലവിലുള്ള ഈ രാജ്യത്ത് ഒരു യൂണിയൻ രൂപീകരിക്കുന്നതിന് വേണ്ടി അടയ്ക്കേണ്ടി വരുന്ന ഫീസ് 10,000 രൂപയായി വർദ്ധിപ്പിച്ച ഒരു സർക്കാരിൻ്റെ നടപടി, അതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോ. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിലുണ്ടെന്ന് നമുക്കറിയാം. ഇവിടങ്ങളിൽ തൊഴിലാളി സംഘടനകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരം ചില സംസ്ഥാനങ്ങളിൽ 5 രൂപ എന്ന നാമമാത്ര നിരക്ക്, ചില വലിയ സംസ്ഥാനങ്ങളിൽ പോലും 50 രൂപ എന്ന് പറയുന്ന നിരക്ക്. പക്ഷേ കേരളം പോലെ ഏറ്റവും ചെറിയ ഒരു ജനവിഭാഗം അധിവസിക്കുന്നൊരു ഭൂപ്രദേശത്തുള്ള ഒരു ഗവൺമെൻറ് ഇവിടുത്തെ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഒരു തൊഴിൽ സംഘടന രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ സംഘടന രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നീക്കിവച്ചിരിക്കുന്നത് 10,000 രൂപയുടെ ഫീസ് എന്ന് പറയുന്ന ഒരു കടമ്പയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സാധാരണഗതിയിൽ ട്രേഡ് യൂണിയൻ ആക്ടിൽ തൊഴിൽ സംഘടനകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ഫീസിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ എന്നിട്ടും 1000 രൂപയായിരുന്നു നിലവിലെ, പല ഘട്ടങ്ങളായി കടന്നു വന്ന നിലവിലെ ഫീസ് 1000 രൂപയായിരുന്നു. പക്ഷേ അത് ഒറ്റയടിക്ക് 10,000 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ്. യാതൊരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വർധനവാണ് അത്, ഒരു വലിയ വർധനവ്. തൊഴിലാളി സംഘടനകളെയും തൊഴിൽ സംസ്കാരത്തെയും നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഈ കേരളത്തിൽ തൊഴിലാളി സംഘടനകൾ, തൊഴിലാളി പ്രസ്ഥാനങ്ങൾ അത് രൂപം കൊടുക്കുന്നതിന് വേണ്ടി വരുന്ന മുടക്കുമുതൽ അത് വളരെ ഒരു വലിയ തുകയായി പോയി എന്നുള്ളത് ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം.